കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയെക്കുറിച്ച് കൂട്ടുകാരോട് സംസാരിക്കാനാണ് ഞാൻ വന്നതേ. കുറച്ച് ഭാഗം കണ്ടിട്ട് മോശം കമൻസ് ഇടാതെ വിമർശിക്കണമെന്നുള്ളവർക്ക് വീഡിയോ മുഴുവനായും കണ്ട് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വിമർശിക്കണേ കൂട്ടുകാരെ. ഞാനിങ്ങനെ പറയാനൊരു കാരണമുണ്ട്, വീഡിയോയുടെ ലാസ്റ്റ് പറയാം. പാർലമെൻറ്റ് മന്ദിരത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും പുക ബോംബിനെ കുറിച്ചും വളരെ ഞെട്ടലോടെയാണ് നമ്മളൊക്കെ വാർത്തയിൽ കണ്ടതല്ലേ കൂട്ടുകാരെ. അതിലേറെ ഞെട്ടലോടെ പിന്നീട് അറിഞ്ഞതാണ് മൈസൂരിലെ BJP MPയുടെ പാസ് ഉപയോഗിച്ചാണ് ഇവർ പാർലമെൻറ്റ് മന്ദിരത്തിൽ കയറിക്കൂടിയതെന്ന്. ഇതിനേക്കാളും വലിയൊരു ഞെട്ടൽ വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇതിലെ പ്രതികൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ മൊത്തത്തിൽ ഞെട്ടലാണല്ലേ കൂട്ടുകാരെ. ഡൽഹി പോലീസിൻ്റെ പക്കലുള്ള പ്രതികൾ പട്യാല ഹൗസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്ങിൽ പറയുന്നത് പ്രതിപക്ഷ നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് സമ്മതിക്കാൻ ഇവരെ, അതായത് ഈ പ്രതികളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്നാണ്. BJP MPയുടെ പാസ് ഉപയോഗിച്ചാണ് ഇവർ പാർലമെൻറ്റ് മന്ദിരത്തിൽ കയറിക്കൂടിയത്. പോലീസുകാർ അതന്വേഷിക്കാതെ രാഷ്ട്രീയക്കാരുടെ ചൊൽപ്പടിക്ക് ആറാടുന്നു. ഇലക്ഷൻ വരികയല്ലേ, പ്രതിപക്ഷത്തിൻ്റെ ചുമലിൽ വച്ചു കൊടുക്കാനുള്ള ആക്രമണം അല്ലേ കൂട്ടുകാരെ. ഈ പ്ലാൻ തയ്യാറാക്കിയ ഭരണപക്ഷത്തിലെ ആരായാലും എത്രയും പെട്ടെന്ന് ഒരു മൂവിക്ക് തിരക്കഥ എഴുതുക, സൂപ്പർ ഹിറ്റാകും. 1000 കോടി ക്ലബിൽ മാത്രമല്ല, 1,00,000 കോടി ക്ലബിൽ വരെ കയറി പറ്റാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് നല്ല തിരക്കഥയാണല്ലോ. പ്രതിപക്ഷ നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് സമ്മതിക്കാൻ നിർബന്ധിച്ചു എന്ന് ഈ പ്രതികൾ 5 പ്രതികളുണ്ട്. ഈ 5 പ്രതികളും കോടതിയിൽ പറഞ്ഞത് തങ്ങളെ ഷോക്കടിപ്പിച്ചു, പല രീതിയിലും പീഡിപ്പിച്ചു. ആ പീഡനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഷോക്കടിപ്പിക്കൽ. 70ഓളം വരുന്ന ബ്ലാങ്ക് പേപ്പറിൽ, അതായത് വൈറ്റ് പേപ്പറിൽ ഒപ്പിടാനും പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടിയുടെയും പേര് പറയാനുമാണ് ഈ പീഡനം. ഈ പേപ്പറിൽ ഇവർക്ക് പ്രതിപക്ഷ നേതാക്കളുമായി ബന്ധമുണ്ടെന്നുൾപ്പെടെ അവർക്ക് തോന്നിയ രീതിയിൽ എഴുതി പിടിപ്പിക്കാമല്ലോ. ഇവരെ നുണ പരിശോധനയ്ക്കും വിധേയമാക്കി. ആ സമയത്തും ഇവരെ ഒരുപാട് ഉപദ്രവിച്ചു എന്നാണ് പ്രതികൾ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ പാസ്വേഡുകൾ നൽകാൻ വേണ്ടിയും പലതരത്തിലുള്ള പീഡനങ്ങൾ നടത്തി. പ്രതികളുടെ ഈ സത്യവാങ്മൂലത്തിന് ഡൽഹി പോലീസ് മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞെട്ടുന്ന ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അത് പറയാം. ഡൽഹി പോലീസിനെതിരെ പ്രതികൾ ഭീകരമായൊരു ആരോപണം ഉന്നയിച്ചിട്ടും അതേ പോലീസിന് തന്നെ 1 മാസം കസ്റ്റഡി നീട്ടിക്കൊടുത്തു. എന്നൊരു ഞെട്ടിക്കൽ കൂടെയുണ്ടേ. BJP ഭരണത്തിൽ വന്നതിന് ശേഷം ഇവർ മാത്രമല്ല ഇടയ്ക്കിടെ നമ്മളെ ഞെട്ടിക്കാറുള്ളത്, കോടതികളും ഞെട്ടിക്കുന്നുണ്ട്. ഈ സമയം പുൽവാമയും ബാബറിയും ഓർത്തു പോകുന്നു. ഇതെന്താ, ഇന്ത്യയിൽ രാജഭരണമാണോ അതോ ബ്രിട്ടീഷ് ഭരണമാണോ എന്ന് ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ BJP MPയുടെ പാസിൽ വന്നിട്ട് കൂടെ പ്രതിപക്ഷ നേതാക്കളുടെ തലയിൽ വച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന പോലീസുകാർ, അവരെ കൊണ്ട് ആരായിരിക്കും ഇത് ചെയ്യിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ കൂട്ടുകാർക്ക് അറിയാമല്ലേ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ BJP MPയുടെ പാസ് ജനം അറിയാതിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പ്രതിപക്ഷ നേതാക്കളെ പ്രതിയാക്കുമായിരുന്നു. ഇങ്ങനെയൊരു പാസ് ഉള്ളത് കൊണ്ടാണ് പ്രതികളെ പല രീതിയിൽ പീഡിപ്പിച്ച് ഇല്ലാത്തത് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അധികാരം നിലനിർത്താൻ ഇനി എന്തു വേണേലും ചെയ്യും. എന്തായാലും പ്രതിപക്ഷ നേതാക്കൾ കുറച്ചുകൂടെ ശക്തരാകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ അതിനുവേണ്ടി അടിവെക്കാതെ രാജ്യത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമോ? ഏതെങ്കിലും ഒരു പാർട്ടിയെ താറടിക്കാൻ പറഞ്ഞതല്ല. എല്ലാ പാർട്ടിയിലും ഉണ്ട് നല്ലവരും ചെകുത്താന്മാരും. കാശിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി എന്ത് നീച പ്രവൃത്തികളും ചെയ്യുന്നവർ. ഞാൻ രാഷ്ട്രീയം പറയുമ്പോൾ നിനക്കിത് പറ്റിയതല്ല, രാഷ്ട്രീയം സംസാരിക്കരുത് എന്ന് കമൻറ്റ് വരാറുണ്ടേ. ഇത് രാഷ്ട്രീയമല്ല. ഇന്ത്യൻ ജനതയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാർ സൗകര്യപൂർവ്വം മറക്കുന്ന ഒന്ന്. അതുകൊണ്ടാണല്ലോ പല എഴുത്തുകാരെയും ഇല്ലായ്മ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സംഭവങ്ങൾ ഓരോന്ന് കേട്ട് ഞെട്ടി ഇപ്പോൾ ഞെട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഇല്ലാന്നേ പറയുള്ളൂ. ഇതൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ സ്വാഭാവികമായി മാറി. എൻ്റെ പാർട്ടിയെ പറഞ്ഞു ഇവൾ ഞങ്ങളുടെ ശത്രു എന്ന് പ്രഖ്യാപിക്കുന്നവരോട് 2024 തുടങ്ങിയത് മുതൽ ശത്രുക്കളുടെ പ്രവാഹമാണ്. പക്ഷേ എനിക്കൊരു പാർട്ടിയോടും ശത്രുതയില്ല. പക്ഷേ മനുഷ്യത്വത്തിന് നിരക്കാത്തത് കാണുമ്പോൾ എൻ്റെ അഭിപ്രായം പറയും. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, നിങ്ങളുടെ പക്ഷം ഇവിടെ കമൻ്റായിട്ടിടാം. പക്ഷേ മോശം രീതിയിലാകാതിരിക്കുക. നിങ്ങൾക്ക് തലച്ചോറും ചിന്താശേഷിയും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നല്ല കുറച്ച് വർഷമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. ഞാൻ
വീണ്ടും പറയുകയാണ്, എനിക്കൊരു പാർട്ടിയോടും മതക്കാരോടും വിരോധമില്ല. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ചിന്താശേഷിയുള്ളവർ, തലച്ചോറുള്ളവർ കാര്യങ്ങൾ സ്വയം ആലോചിച്ചു നോക്കൂ. ഇനി ഞാനൊന്ന് പറയട്ടെ, രാഷ്ട്രീയ പാർട്ടികളിലെ മേലാളന്മാർക്ക് മാത്രമാണ് രാഷ്ട്രീയം കൊണ്ട് പ്രയോജനമുള്ളത്. സാധാരണക്കാർ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതങ്ങളുടെ പേരിലും ശത്രുക്കളാകരുതേ. ഒരു ദൈവമേയുള്ളൂ, അതിനും പല പേരുകൾ പറഞ്ഞ് തമ്മിൽ തല്ലുകയാണ്. അവിടെയും മതമേലാളന്മാർക്കാണ് പ്രയോജനമുള്ളൂ. നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ് ദൈവം കുടികൊള്ളുന്നത്. മനുഷ്യർ ഒത്തുകൂടാനും പരസ്പര സൗഹൃദം ഉണ്ടാകാനും ഒത്തൊരുമയോടെ ജീവിക്കാനുമാണ് ദൈവാരാധന എന്നും പറഞ്ഞ് പണ്ടുള്ളവർ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കി വെച്ചത്. ഇപ്പോൾ അതിനും തമ്മിൽ തല്ല്. അതുമാത്രമോ, കൊലപാതകങ്ങൾ, പരസ്പര ശത്രുത, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കൂട്ടുകാരെ? ഒന്ന് നന്നായി ചിന്തിച്ച് നോക്ക്. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതിൽ അതിൻ്റെ കീഴിൽ വന്ന ഒരു കമൻറ്റ് വാങ്ങിക്കാമേ കൂട്ടുകാരെ. നിനക്ക് കിട്ടുന്നത് നക്കിയിട്ട് മറ്റുള്ളവരെ നെഞ്ചത്ത് ചവിട്ടുന്ന വീഡിയോ വിടാതിരിക്കൂ എന്നും പറഞ്ഞിട്ട്. അതായത് നിനക്ക് കിട്ടുന്നത് നക്കിയിട്ട്, നിനക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കമൻറ്റ് ഇട്ടവനാണോ എനിക്ക് ചിലവിന് തരുന്നത്, അതോ അവൻ്റെ വീട്ടുകാരോ പിന്നെ തലമുറക്കാരോ ആരെങ്കിലും എനിക്ക് തരുന്നോ, എനിക്ക് കഴിക്കാൻ വേണ്ടി, കഴിച്ചിട്ട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്? പിന്നെ എന്തിനാ ഈ തലമുറക്കാരെ കൂടെ ഇങ്ങനെ മോശം, മറ്റുള്ളവരോട് നേരിട്ട് ഒരു രീതിയിലും അറിഞ്ഞുകൂടാത്ത ഒരാളെ മോശം പറഞ്ഞ് ഇങ്ങനെ കമൻ്റ് ഇട്ട് തലമുറക്കാരെ കൂടെ എന്തിനാ പറയിപ്പിക്കുന്ന സഹോദര? ഇതിനുള്ള മറുപടി എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് വീഡിയോ ചെയ്യുന്ന ഞാൻ നിന്ന് മറുപടി കമൻ്റായിട്ട് ഇട്ടിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു വീൽ ചെയർ പേഷ്യൻ്റാണ് എനിക്കിങ്ങനെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. വീൽ ചെയർ പേഷ്യൻ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അതിൻ്റെ ID ഫോട്ടോ അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിട്ട കമൻറ്റിന് മറുപടിയായിട്ട് വീണ്ടും അയലിട്ടിരിക്കുന്നു, നിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. കേന്ദ്രം പൈസ തരാത്തതാണ് പെൻഷൻ മുടങ്ങിയതെന്ന്. കേന്ദ്രം തന്നില്ല, നിങ്ങൾ വടി പിടിച്ചോളൂ എന്നാണോ സംസ്ഥാന സർക്കാർ പറയേണ്ടത്? ഇങ്ങനെ വേറെയും എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഇയാൾ മോശം കമൻ്റ് ഇട്ടിട്ടുണ്ടേ. ഞാൻ ഒരു വീഡിയോയിലും സർക്കാരിനെ വിളിപ്പിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു കുറേ മാസങ്ങളായി ഞാനും പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. അതുകൊണ്ട് പെൻഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്മൾ ഇപ്പം ഒരു 1600 കിട്ടുന്നത്. ഒരു മാസത്തിന് ഒന്നും ആവൂല, ഒന്നിനും തികയില്ല, ചെറിയൊരു എമൗണ്ടാണ്. എന്നാലും അത്രയും കിട്ടുന്നതും എന്നെ ഉൾപ്പെടെ ഒരുപാട് ജനങ്ങൾക്ക് അത് വലിയ ഉപകാരമാണ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോയിലും അത് തന്നെ വ്യക്തമായി പറഞ്ഞു. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് സീനിയർ സിറ്റിസൺസിന് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം പെൻഷൻ ഇത് അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിലേക്ക് നൽകുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു 50% ഈ പെൻഷന് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിരുന്നെങ്കിൽ ഇവർക്കും അത്രയും ഒരു ബാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മുടക്കമില്ലാതെ എല്ലാവർക്കും കിട്ടുമായിരുന്നു എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനാണ് ഇതിനേക്കാളും മോശമായിട്ടും വേറെ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക്. ഞാൻ സർക്കാർ ഈ പെൻഷൻ കിട്ടുന്നതിന് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കമൻ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ താങ്കളൊരു കാര്യം ചെയ്യുക, ഒരാൾ വിമർശിക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ ഒരിക്കൽ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ 2-3 വട്ടം കാണുക. കണ്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് വിമർശിക്കാൻ. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനും വികലാംഗ പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയാം ഈ പെൻഷൻ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്ക് പെൻഷൻ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കാരണം എൻ്റെ ഹസ്ബൻഡ് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുക, വൃക്ക രോഗിയാണ്, ഞാൻ കിടപ്പിലാണ്. അപ്പം ഞാനും പെൻഷൻ വാങ്ങുന്നു.